നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പരമ്പരാഗതമായിട്ട് കൊച്ചി രാജാവിന് തുണി നെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിനൊന്നും രേഖയൊന്നുമില്ല. കൊച്ചി രാജാവിന് വേണ്ടി തുണി നെയ്യാൻ മൈസൂരിൽ നിന്ന് മഹാരാജാവ് നമ്മളെ കൊണ്ടുവന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന കേരളത്തിലാണ്. നമ്മുടെ കാരണവന്മാരൊക്കെ കാലത്തൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ പാർക്കാൻ വന്നവർ, നെയ്ത്തിന് വേണ്ടി വന്നവരാണ് അന്നത്തെ കാലത്ത്. ഇന്നിവിടെ തന്നെ ഇരുന്ന് കൂടി എല്ലാം കൂടി ഇവിടെ തന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. വീട്ടിലൊക്കെ കംപ്ലീറ്റ് തമിഴ് മാത്രമേ പറയുള്ളൂ, മലയാളം പറയില്ല. വീട്ടിൽ പുറത്തേക്ക് വന്നാൽ മാത്രം മലയാളം പറയും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 300 കുടുംബങ്ങളുടെ മുഴുക്ക തമിഴാണ്, എല്ലാം തമിഴാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തമിഴിൽ സംസാരിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ഒക്കെ മലയാളമാണ്. പിന്നെ അവിടെ പോയി മലയാളത്തിൽ സംസാരിക്കും. കുത്താമ്പള്ളിക്കാരാണ് കന്നഡ സംസാരിക്കുന്നത്, ഞങ്ങൾ തമിഴ് സംസാരിക്കുന്നത്. ഞങ്ങൾ കന്നഡം സംസാരിക്കും. പിന്നെ ഇവിടെ കുട്ടികൾ പഠിക്കണം മലയാളം. കന്നഡ സംസാരിക്കും, കന്നഡം വീട്ടിൽ സംസാരിക്കും. സ്കൂളിൽ പഠിക്കുന്നത് മലയാളം. തമിഴ് സംസാരിക്കും, തെലുങ്കും സംസാരിക്കും. പിള്ളേർ 4-5 ഭാഷ സംസാരിക്കും. തൊടി കൈത്തറി സൊസൈറ്റി 1, തിരുവില്ലാമല സൊസൈറ്റി 1, കുത്താമ്പള്ളി സൊസൈറ്റി 1. ഈ 3ഉം തിരുവില്ലാമല പഞ്ചായത്തിൽ പെട്ടതാണ്. വേറെ വേറെ ആയിട്ടൊന്നും മാത്രം. ഒരേ പഞ്ചായത്തിൽ 3 സൊസൈറ്റിയാണ് ഇവിടെ. അത് 3ലും ഇതേപോലെ നെയ്ത്തന്നെ. കുത്താമ്പുള്ളി, എരവത്തൊടി കേരളത്തിലെ 2 നെയ്ത്തു ഗ്രാമങ്ങൾ. ഒരിടത്ത് തമിഴും മറ്റൊരിടത്ത് കന്നഡയും സംസാരിക്കുന്ന മനുഷ്യർ. തങ്ങളുടെ പഴമക്കാർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കൊച്ചി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം എത്തിയതാണെന്ന കേട്ടുകേൾവി മാത്രമാണ് ഈ നാടിൻ്റെ ചരിത്രമായി ഇവിടുത്തുകാർക്ക് പറയാനുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവില്ലാമല പഞ്ചായത്തിലെ ഈ 2 നെയ്ത്തു ഗ്രാമങ്ങളിലും നെയ്ത്ത് അവസാനത്തോടടുക്കുകയാണ്. കൈത്തറിക്കു പകരമായി പവർലൂം വന്നതും കൂലി കുറഞ്ഞതും നെയ്ത്ത് പ്രോത്സാഹിപ്പിക്കാനായി സർക്കാർ നൽകി വന്നിരുന്ന ഇൻസെൻറ്റീവ് തുക കഴിഞ്ഞ 5 വർഷമായി മുടങ്ങിയതും ഈ മനുഷ്യരെ ദുരിതത്തിലാക്കുന്നുണ്ട്. സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധമായ ഈ നെയ്ത്തുഗ്രാമങ്ങളിൽ ഈ തൊഴിൽ ചെയ്യുന്നവർ ഇനി ഉണ്ടാവില്ലെന്നാണ് ഈ നെയ്ത്തുഗ്രാമത്തിലെ അവസാന തലമുറയിലെ മനുഷ്യർ പറയുന്നത്.
ഇത് പാവമാണ്, സേലത്തിൽ നിന്ന് വരും. അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് തൈരിട്ടിട്ട് നെയ്യണം. നെയ്തിട്ടാണ് സാരി എടുക്കണത്. സാരി എടുത്തിട്ട് ഇവിടെ കൊടുക്കണത്. ഞാൻ അതിന് 2 പെണ്ണുങ്ങളും പണിയെടുക്കണം. കണ്ടിക്ക് ചുറ്റണം, കസവ് ചുറ്റണം, അച്ചു പണിക്കണം. ഇങ്ങനെ എല്ലാ പണിയുണ്ട്. എല്ലാം പണിയെടുത്താലേ ഒരാൾ നെയ്യാൻ പറ്റുള്ളൂ. 5 വീടുണ്ട്, 5 വീട്ടുകാർ വരും. പിന്നെ ബാക്കിയത് അപ്പുറത്തെ തെരുവിലുണ്ടാവും. അപ്പുറത്തെ തെരുവ് കുറേ മടുപ്പുണ്ട്. ഞങ്ങളുടെ ആ വീട്ടിൻ്റെ അപ്പുറത്ത് പോയാൽ വഴിയുണ്ട്, നിറയെ ആൾക്കാരുണ്ടാവും. ഇതിനൊക്കെ ആള് വേണം. വീട്ടിൽ അച്ഛനും ഉണ്ടെങ്കിൽ 2-3 പേരൊന്നും പോരാ, ഒരു 5-6 പേരൊക്കെ വേണം ഇതിന് ചുറ്റൽ. സ്ഥല സൗകര്യമില്ല. ഒന്നാമത് ഇതിനൊന്നും സ്ഥല സൗകര്യം പോരാ ഈ റോഡുകളിൽ. ഇപ്പോൾ 6 ആളെടുത്തില്ലേ, ഇതിന് 6 ആൾ വേണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 2 പെണ്ണുങ്ങൾ കണ്ടിക്ക് ചുട്ടാനും പിന്നെ കസവ് ചുട്ടാനും അച്ചു പണിക്കാനും ഒക്കെ ആൾ വേണം. അതൊക്കെ ഒരാൾ ചെയ്യും. ഇതൊന്ന് ചെയ്തിട്ട് പിന്നെ ഒന്ന് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് തന്നെ ഇത് നെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ വീട്ടിലും തരിയുള്ള വീട്ടിലും എല്ലാ വീട്ടിലും ഇതന്നെ. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളടക്കം പണിയെടുക്കണം. പെണ്ണുങ്ങൾ വേണം. പെണ്ണുങ്ങളുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. നടക്കില്ല. ആണുങ്ങൾ മാത്രം നെയ്യാൻ പറ്റില്ല. ആണുങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ പിന്നെ അവർ കൂലിക്ക് പോയി നെയ്യണം. നല്ല നെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. എല്ലാവരും പണിയെടുത്താലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നെയ്യാൻ പറ്റില്ല. സാരി നെയ്യാൻ പറ്റില്ല. ഇനി ഇത് കശുവൊക്കെ പൊണച്ച് ആ സൈഡ് വേറൊരു കളർ വരും. ആ പച്ച കളറുണ്ടല്ലോ, അത് വരും. അതിന് സെൻറ്ററിൽ കശുവ് വരും. അത് വരുമ്പോൾ ഡിസൈനായിട്ട് വരും. ഇത് കൊണ്ടുപോയിട്ട് തറിയിലിട്ടിട്ട് ഇത് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ പേപ്പറുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ കറ്റാവും. ഇപ്പം നോക്കാം, അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് അവിടെ പോകുമ്പോൾ കറ്റാവണം. ഒന്നല്ല അവിടെ പോയിട്ട് നമുക്ക് തരയിൽ പൂട്ടാണത് കറ്റാവും. ഞങ്ങൾ 6 തലമുറയായിട്ട് തന്നെ, ഞങ്ങളുടെ വീട് തന്നെ 6 തലമുറയായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അച്ഛന്മാരൊക്കെ ഇവിടെ തന്നെ. എല്ലാവർക്കും ഇതേ പണി തന്നെ, വേറെ പണിയില്ല. ഞാൻ 15 വയസ്സ് മുതൽക്ക് നെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 67 വയസ്സ് കഴിയാറായി. ഇനി നെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ നമുക്ക് ഈ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ നെയ്യണത്, ജനിക്കണത്. ജനിച്ചു കഴിഞ്ഞാൽ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. നമ്മൾ തന്നെ ഇത്ര ഉയരുണ്ടെങ്കിൽ ഇതിന് കുഴിയിൽ ഞാൻ എങ്ങനെ വലിച്ചിട്ട് അങ്ങനെ പഠിക്കുക. ആരും പറഞ്ഞൊന്നും കൊടുക്കണ്ട, നോക്കി തന്നെ പഠിക്കും. അച്ഛൻ നെയ്യുന്നത് നമ്മൾ നോക്കും. അപ്പോൾ അച്ഛൻ എങ്ങോട്ടെങ്കിലും എണീറ്റ് പോയാൽ നമ്മളങ്ങനെ അതേപോലെ ഇങ്ങനെ വലിച്ച് പഠിക്കുക. അങ്ങനെ പഠിച്ചതാണ്. ആദ്യം ഇഴ ഏച്ചു കൂട്ടാൻ പഠിപ്പിക്കും, പിന്നെ നൂല് ചുറ്റാൻ പഠിപ്പിക്കും. ഇത് ചുറ്റാൻ വേണ്ടി പഠിപ്പിക്കും ആദ്യം. എന്നിട്ടാണ് തറിയിൽ നെയ്യാൻ പഠിപ്പിക്കുക. അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ നെയ്ത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ കുറേയൊക്കെ കേടുവരും. അതായത് സൈഡൊക്കെ പൊട്ടിയൊക്കെ പോവും നെയ്യും പണിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നെയ്യിലല്ലോ ഞങ്ങൾ പോലെ അടിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ തുണി സൈഡ് പൊട്ടി പോവും, പിന്നെ എടുക്കും, അത് വൃത്തിയാക്കിയിട്ട് പിന്നെ നെയ്യും. അങ്ങനെയൊക്കെ ಅದೇ 2 ಮಾತು ಹೇಳೋಕ್ಕಾಗಲ್ಲ. ಏನಾದ್ರು ಕಂಡೆ ಬೀಸೋ ಅಂತ 2 ಮಾತು ಹೇಳು. ಸಿಮ್ಮಿ ಹಂಗೆ ಬೀಸಿಂದ ಇದ್ರೆ ಸಾಲ ಗಂಟೆ ಏನು ಮಾಡಿ ಅವ್ರು ಕೇಳು ಸರ್. ಯಾಂತ್ರ ಹೇಳೋರಾಮು ಕೇಳ ಅವ್ರು ಕೇಳಿ ನಾನು ಹೇಳ್ತೀನಿ.
ഇത് ആ സൈഡിലേക്ക് പുണയ്ക്കാനുള്ളതാണിത്. ഇത് രട്ടഴയാണിത്. നീ ഒറ്റഴ വീശണം. അത് ടിഷ്യൂവിനുള്ളതാണ്. ഇത് രട്ടഴ സൈഡിലേക്ക് മാത്രം. എന്താ സൈഡ് പുണച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത് നല്ല വീതി വരും. ഇത് 4 ഇഞ്ചാണ്, അതാ 3/4 ഇഞ്ചാണത്. അപ്പോൾ ഇത് നല്ല വീതി, അതാണ് കുറേ വരുന്നത്. ഇത് വീശിയിട്ട് വേണം ഒറ്റഴ വീശാൻ. ഇത് രട്ടഴയാണ്. ടിഷ്യൂവിന് ഒറ്റഴ വീശണം. അതെ, ഇതിങ്ങനെ വരും കേട്ടോ. ഇത് അതുവരയ്ക്ക് പോകണം. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഇതിലിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. ഇത് ജന്തെന്ന് പറയും. ഇങ്ങനെ ഇത് കണ്ടിക്കതാ, ഇതിൽ കണ്ടിക്ക് ചുറ്റണം. ഇതിൽ അവിടെ ചുറ്റിയില്ലേ, അതന്നെ ഇത്. ഇതിലിങ്ങനെ ചുറ്റിയിട്ട് തന്നെ അതിലിട്ടിട്ട് നെയ്യണം, നാടാവിലിട്ടിട്ട്. അതിന് അവിടെ നിന്ന് ചേലത്തിരുന്നാണ് ഇതാക്കോണ് വരും. ഇതാ ഉണ്ടോ ഇങ്ങനത്തത്. ഇത് ചേലത്തിരുന്ന് വരുന്നതാ. അപ്പം ഇത് വെച്ചിട്ട് ഞങ്ങൾ ചുറ്റിയിട്ട് കഞ്ഞിലിട്ട് വയ്ക്കും. കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് തന്നെ നെയ്യണം. അത് തന്നെ സാരി നന്നായിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നെയ്ത്ത് കയറില്ല അത്രയ്ക്ക് ശരിയായിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ കുറച്ചിങ്ങനെ വലുവിലായിട്ട് നിൽക്കും. അപ്പം അത് സാരി നന്നല്ലേ. അപ്പം കഞ്ഞിലിട്ട് നെയ്താൽ സാരി നന്നായിട്ടുണ്ടാവും, നല്ല ടെമ്പർ ഉണ്ടാവും. അതിനാണ് സൂറത്തെന്ന് പറഞ്ഞത്. ഇത് അവിടെ തന്നെ ഇത് സൂറത്ത്. അതെ, ഇത് സൂറത്തെന്ന് പറഞ്ഞതാ. ഇത് അങ്ങനെ അവരെ ഉണ്ടാക്കി തരും. ഇതെല്ലാം സൂറത്തെന്ന് വരുന്നതിന്. ഇവിടെ ആരും ഇവിടെ ഉണ്ടാക്കില്ല. ഇതൊക്കെ അവിടെ നിന്ന് ഏത് കളർ വേണമെങ്കിലും അവിടെ നിന്ന് വരും. ഈ എരത്തൂർ സൊസൈറ്റിയാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യത്തെ കൈത്തറി സൊസൈറ്റി. 1941 തുടങ്ങിയ സൊസൈറ്റിയാണ്. അതിനുശേഷം 2 സൊസൈറ്റി വന്നു. അതായത് തിരുവില്ലാമല H53 സൊസൈറ്റി, കുത്താമ്പള്ളി കൈത്തറി സൊസൈറ്റി. തിരുവില്ലാമല പഞ്ചായത്തിൽ കൈത്തറി സൊസൈറ്റി 3 ഉണ്ട് ഇവിടെ. ഇപ്പോൾ അത് 2 ഏകദേശം വർക്കുകൾ കുറവാണ്. മുമ്പ് നെയ്യുമ്പോൾ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ ഇത് നൈലോണിലാണ് വരുന്നത്. അന്നപ്പോൾ ഇത് കോട്ടണിലായിരുന്നു. കോട്ടൺ കൊണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ നെയ്യുമ്പോൾ 2-3 മാസം കഴിഞ്ഞ് ഒക്കെ പൊട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ നൈലോണൊക്കെ ഇട്ട കാരണം ഒരു 2-3 കൊല്ലമൊക്കെ അത് ഈട് നിൽക്കും. പിന്നെ ഈ തരിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ തരിയുടെ ഈ കയ്യൊന്നും ഉണ്ടാവില്ല. ഇതുണ്ടല്ലോ ഇത് അച്ചാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇണക്കണം. കൈ കൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വീശണമെന്ന്. കയ്യിൽ ഇങ്ങനെ വലിക്കണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വീശിയിട്ട് ഇങ്ങനെ ആക്കുകയാണ്. നമ്മൾ ഈ പുല്ലുപായൊക്കെ നെയ്യണ് കണ്ടില്ല, ആ മോഡലായിരുന്നു ഫസ്റ്റ്. ഇപ്പോൾ കൈകൊണ്ട് വലിക്കും. നമ്മുടെ കാലത്ത് തന്നെ കൈകൊണ്ട് വലിക്കേണ്ടതാണ്. നമ്മുടെ മുത്തച്ഛൻ്റെ കാലം മുകളിലാണ് ഈ കൈകൊണ്ട് അങ്ങോട്ടും ചെയ്യണത്. പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പോൾ വന്ന പിന്നെ തരിയൊക്കെ ആയി. പിന്നെ നമ്മൾ ഈ കൈകൊണ്ട് കാലുകൊണ്ട് ചവിട്ടുന്നതൊക്കെ ഇപ്പോഴത്തെ മോഡലിൽ ഈസി ആയിട്ട് ചെയ്യും. ഇതിട്ടിട്ട് തന്നെ നെയ്യണം. നാടാന്ന് പറയുന്നത് ഇതിൽ ചെറിയ നാടാവുണ്ടാവും പുട്ടാകോക്കാൻ. അത് അവിടെ ഉണ്ട്. ഇത് വന്ന് ശരിക്കും നെയ്ത്ത്. ഇത് ശരിക്കും നെയ്ത്തിനുള്ളത്. ഇതിൽ കണ്ടിക്കിട്ടെങ്കിൽ നൂല് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരും. ചാറ് ഇതിൽ അടച്ചു കഴിഞ്ഞാൽ ഈ ഇല ഇതിൽ കോർക്കുക. എന്നിട്ട് ഇങ്ങനെ കോർത്തെടുത്തിട്ടോ അത് ഇപ്പോഴത്തെ കൂടെ വരണം. ഒന്നില്ല, ഇനി ഇത് വെച്ചിട്ട് ഇതിനകത്ത് വയ്ക്കുക. ഇത് കേട്ടി കഴിഞ്ഞാൽ ഇതിട്ട് കഴിക്കുക. ആ ഓളം ഒരു അതല്ല, ഇത് ഈ കാല് ചവിട്ടിയാൽ ഇപ്പത്തും പോകും, മറ്റേ കാല് ചവിട്ടിയാൽ ഇപ്പത്ത് വരും. അങ്ങനെ കാല് മാറിക്കൊണ്ടേ പോകും. നമ്മുടെ കാല് മാറിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിക്കൊണ്ടേ വരും. ഇത് ഡിസൈൻ ആകുമ്പോൾ ഇതൊക്കെ കെട്ടണം. കെട്ടിയിട്ട് ഇതാ പെട്ടി വെച്ചിട്ട് ഇതിൽ ചവിട്ടുമ്പോൾ ഡിസൈൻ എടുക്കത്തില്ല. ഇത് എണിക്കും. അപ്പം അതിൽ പുട്ടാകോക്കും. അത് ഡിസൈൻ വരും. ഞങ്ങൾ പ്രിൻറ്റിങ് അല്ല, ഇത് പ്രിൻറ്റിങ് വേറെ. അതാണ് ഈ മെഷീനിൽ ഉണ്ടാക്കണത്. പൗർലൂം തരിയിലെ പ്രിൻറ്റിങ് ആക്കണത്. ഇതിൽ പ്രിൻറ്റിങ് ആക്കില്ല. ഇത് കൈത്തരി തന്നെ.
ആ അതെ അതെ കൈത്തറി എല്ലാ ഡിസൈനും കിട്ടും ഇതിൽ. ഇതിൽ വരുന്നത് ഡിസൈൻ ഇതിലാണ്. ഇത് ഓരോരോ ഡിസൈൻ ഉണ്ടാവും, പൂവുണ്ടാവും, താമര ഉണ്ടാവും, എല്ലാ ഇതിലും വരും. അങ്ങനെ തന്നെ സാരി അളവുണ്ടാവില്ല. ഒരു 3 ഇഞ്ചിൻ്റെ അളവ്, ഇപ്പോൾ ഒരു 2 ഇഞ്ചിൻ്റെ ഡിസൈനുള്ള അത് 3 ഇഞ്ചിൻ്റെ ഡിസൈനായിട്ട് വരും. ആ കാർഡുകളില്ലേ, ഓരോ ഈ ലൈനും ഓരോ കാർഡാണ്. നമ്മുടെ ഈ ലൈൻ കാണുന്നില്ല, ഈ ലൈൻ ഓരോ ലൈനും ഓരോ കാർഡും. ഈ 120 ಎಷ್ಟು 120 ವಾಟಕ್ಕೆ ಎಷ್ಟು ಕಳ್ರ ಅದು 120 ಅರೆ ವಾಟ ಅವಾಗ 240 ಕಾರ್ಡ್ 200 ತಟ್ಟಿ ಹಾಂ ಅದು 240 ಕಾರ್ಡ್. ഈ തൊള്ളായിരം ഉള്ള കാർഡായാലും ഏത് ചിത്രം ഈ ഗ്രാഫ് പേപ്പറിൽ വരച്ച് ആ കാർഡ് മുമ്പ് ഇങ്ങനത്തതില്ലേ? മുമ്പത്തൊക്കെ വേറെ വെറും സെട്ടുമുണ്ടല്ലേ, ഒരു കറ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡിസൈനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ഡിസൈൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ പട്ടുസാരിക്കൊക്കെ വരുന്നുണ്ടല്ലോ, അതുമാതിരിക്ക് ഡിസൈൻ ആക്കിയത്. ഇതിനൊക്കെ പൈസ കൊടുത്ത് അടയ്ക്കണം. ഇത് തിരുപ്പൂരിൽ നിന്ന് വരുന്നു. നമ്മൾ പ്ലാനോ എഴുതിയിട്ട് കൊടുത്താൽ അവർ ഉണ്ടാക്കി കൊടുക്കും. വരച്ച് കൊടുത്താൽ അവർ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ ഞങ്ങൾ വെച്ച് ആഹാരം വിളിച്ചിട്ട് ഇതൊക്കെ ചെയ്തുതരും. ആ ഇത് തിരുപ്പൂരിൽ നിന്ന് വരും. ഇത് പിന്നെ ഇതും കിഴക്കോട്ടിൽ നിന്ന് തന്നെ വരും. ഇത് ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല, ആസാരികളൊന്നും ഉണ്ടാക്കണില്ല. അതൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. ആ അതൊക്കെ ഇവിടെ തന്നെ ഈ ആസാരി ഉണ്ടാക്കും. പിന്നെ ഈ അച്ചു സേലത്തിൽ തന്നെ വരുള്ളൂ. ഇതിൽ ഈ ഡിസൈൻ ഇതിൽ വരയ്ക്കും. ഈ ഡിസൈൻ കണ്ടോ? ഈ ഡിസൈൻ കണ്ടോ? ഈ ഡിസൈൻ ഇതിൽ ഈ ഡിസൈൻ നമ്മൾ ഈ തുണിയിൽ എങ്ങനെ വീഴും? അത് കാണൂല. അങ്ങനത്തെ ഡിസൈനാണ്. ഞങ്ങൾക്ക് പരസ്പരം സഹായത്തിന് ആൾ വേണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആൾക്കാർ തിങ്ങി പാർക്കണത്. ദൂരെ ദൂരെ താമസിച്ചാൽ ഒന്നും യോജിക്കില്ലല്ലോ. അപ്പോൾ ഒരാൾ നെയ്യാൻ പറ്റില്ല, തനിച്ച് ഒരാൾ ഈ പണി എടുക്കാൻ പറ്റില്ല. കൂട്ടായ്മ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ അടുത്തടുത്തുണ്ടെങ്കിൽ ഈ പാവ് ചുറ്റാനും ഈ സാരങ്ങളും കൊടുക്കാൻ നെയ്യണമെങ്കിൽ എല്ലാ ഒരു വീടുകൾ അഗ്രഹാരം പോലെ തന്നെ എല്ലാം 2 ലൈനായിട്ടുണ്ടാവും. ഒക്കെ അതുണ്ടെങ്കിൽ ഈ പാവ് ചുറ്റാനും ഇതിന് അങ്ങടും സാധനങ്ങളുണ്ടെങ്കിൽ സഹായത്തിന് തറിയില്ല, ആവശ്യത്തിനോ നെയ്തില്ല മടക്കാനോ ആളില്ലെങ്കിലും കൂട്ടിന് ആൾ വേണം. സാരി നെയ്താൽ മാത്രം പോരല്ലോ, സാരീനെ ഹോൾഡാക്കണമെങ്കിൽ ഒരാൾ വീട്ടിലാളില്ലെങ്കിലും അടുത്ത വീട്ടുകാർ സഹായിക്കാം. എല്ലായിടത്തും അതുകൊണ്ടാണ് നമ്മൾ അടുത്തടുത്ത് ജീവിക്കുന്നത്. എല്ലാം ഒരു 2 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. 100% നെയ്ത്തിനാണ് ആദ്യം കൊടുത്തത്. ഇപ്പോഴാണ് കുറച്ച് മാറിയത്, നെയ്ത്തില്ലാതെ വീടുകൾ ആയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് അങ്ങനെയല്ല, നെയ്ത്തിന് ആദ്യം തറിയിടാൻ സെറ്റ് കഴിഞ്ഞിട്ട് വരാതെ ഒന്നും ഉണ്ടാവില്ല. ഉള്ളിൽ തറി, അതിൽ തന്നെ എല്ലാം ചെയ്യണം. നമ്മൾ ഇത്ര നേരം കണ്ടിരുന്നത് സാധാ പ്ലെയിൻ കണ്ടു, പിന്നെ ഒരു ആ കാർഡിനോട് നെയ്തൽ ഡബിൾ നെയ്തത് കണ്ടു, പിന്നെ ഇത് സാരി. ഇവിടെ 2 ഉണ്ട്. വാ മെഷീനറികളൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം പറ്റിയത്. അല്ലാതെ മെഷീനറി ഇതല്ല. ഇതിപ്പോൾ ഒരുപാട് തൊഴിലാളികൾ ഒരു അന്നം മുട്ടിക്കുന്ന പണിയായിരുന്നു ഇപ്പോൾ ഈ മെഷീൻ വന്നതുകൊണ്ട്. ഇത് നമുക്ക് കൈത്തൊഴിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്ന പ്രദേശമാണിത്. ഇത് ഈട് നിൽക്കും, അപ്പോൾ അത് പെട്ടെന്ന് ചൊളിഞ്ഞ് പോകും. അതാണ് കൈത്തറിക്കും പവർലൂണും വ്യത്യാസം. അങ്ങനെയുണ്ട്. അപ്പോൾ ആൾക്കാർ 2 ഒരേപോലെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഈട് നിൽക്കും, അത് പെട്ടെന്ന് ചൊളിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വില കുറയുമ്പോൾ ആൾക്കാർ നോക്കുക
അത് ഈട് നിൽക്കുന്നത് ആരും കാണുന്നില്ലല്ലോ. കൈത്തറിക്ക് നല്ല ഈട് നിൽക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് വില കൂടും, അത് വില കുറയും. ഇപ്പോൾ വൺ ടൈം യൂസായിട്ട് തന്നെ കസ്റ്റമേഴ്സ് ഒരുപാട് ചൂസ് ചെയ്യുന്നത് പവർലൂമാണ്. പക്ഷേ വെഡ്ഡിങ് പാർട്ടീസൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഹാൻഡ്ലൂം ഐറ്റംസ് ചോദിക്കാറുണ്ട്. പവർലൂം നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരുപാട് ഷോപ്പുകളാണ് നമ്മുടെ കുത്താമ്പള്ളിയെ സംബന്ധിച്ച്. കുത്താമ്പള്ളി എരവത്തോടി ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുത്താമ്പള്ളിക്ക് ഒരുപാട് ഷോപ്പുകളാണ്. ഇങ്ങനത്തെ സാരി ഇവിടെ മാത്രമേ നെയ്യുന്നുള്ളൂ, വേറെ പൗർലൂം ഞങ്ങളവിടെ ഇല്ല. കച്ചവടം ചെയ്യുന്നവർക്ക് വരും പൗർലൂം തന്നെ. പക്ഷേ ഈ സാരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ, അപ്പോൾ അതെടുക്കും. അത് വെള്ളത്തിലിട്ടാൽ ഇത്രയ്ക്ക് വരും, ചുരുങ്ങും. ഇത് വെള്ളത്തിലിട്ട് ചുരുങ്ങില്ല. അത്ര മെഷീനിൽ വരും. അത് കുറേ തുണിയാവും, അത് ഒരുപാട് തുണി. അതാ മെയിൻ ഇവിടെ പ്രിൻറ്റിങ് ആക്കണതൊക്കെ ആ സാരിയാണ്. ഇത് പവർലൂമാണ്. ഇതിൻ്റെ തന്നെ ഇതാണ് ഹാൻഡ്ലൂം വരിക. ഹാൻഡ്ലൂം ടിഷ്യൂ ആണ്, ഇത് ഡബിളാണ് വരുന്നത്. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ നമ്മൾ കണ്ടോ, ഇതാണ്ടോ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും സൈഡിൽ. അത് പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അതാണ്. പിന്നെ മെറ്റീരിയലിൻ്റെ വ്യത്യാസമാണ്, അത് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെ സ്മെല്ലിന് നല്ല വ്യത്യാസം ഉണ്ടാവും, കാരണം അതിൽ കഞ്ഞിയിൽ മുക്കിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്മെല്ലിന് നല്ല വ്യത്യാസമായിരിക്കും. മറ്റത് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇതിപ്പോൾ ഇതിൽ വരുന്നത് ഇത് 2850 നമ്മുടെ കടയിൽ വയ്ക്കുന്നത്. നമ്മൾ ഹോൾസെയിൽ ഡീലേഴ്സാണ്. ഇത് 2850 വരണത്. പക്ഷേ ഇത് നമ്മൾ പവർലൂമിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 600 രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് എടുത്തവർ, ഇത് അറിഞ്ഞവർ ഇതന്നെ എടുക്കുള്ളൂ. ഇതിന് അടയാളമുണ്ട്. ഇതാ പിന്നാമ്പുറത്ത് ഒരു സൂചി കുത്തും, ആ സൂചിയുടെ ഓട്ടയുണ്ടാവുക. അതന്നെയാണ് ഞങ്ങളുടെ നെയ്ത്തിൻ്റെ അടയാളം. പിന്നെ അതിലുണ്ടാവില്ല. ഇപ്പോൾ എടുക്കുന്നവർ തന്നെ എടുക്കുള്ളൂ, പൗർലൂം എടുക്കില്ല. അറിയാത്ത ആൾക്കാർ ഇതെടുക്കും. ഇതും പറഞ്ഞിട്ടാണ് എല്ലാവരും വിൽക്കണത്. അതന്നെ ശരിക്കുള്ളത്. അറിയാത്തവരിന് എന്താ ചെയ്യുക, നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അത് പൗർലൂമാണ്, അത് വേണ്ടെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞല്ല അവർ നോക്കുള്ളൂ. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊണ്ടുപോകും. അത് കുറച്ച് ദിവസം ആകുമ്പോൾ അത് വേഗം കേടുവരും. ഇത് കേടുവരും. കുത്തമ്പളിക്ക ചെയ്ത പേര് കൈത്തരി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വിൽക്കണത്. ഇപ്പോൾ ഇത് കൈത്തരി ഒന്നല്ല. കൈത്തരി ഇത്ര സാരി ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നെയ്തെങ്കിൽ 2 ദിവസത്തിന് ഒരു സാരി ആവുള്ളൂ. 6 സാരി 12 ദിവസം നെയ്യണം. പിന്നെ 2 ദിവസം ഇത് പണിക്കാൻ പോകും. 15 ദിവസത്തിന് ഒരു പാവാവുള്ളൂ. ഒരു മാസം 2 പാവാവുള്ളൂ. അപ്പോൾ അത്ര സാരി എങ്ങനെ വരും? അതെങ്ങനെ ആലോചിക്കണ്ടേ? ആലോചിക്കില്ല. മെഷീനിലാവുമ്പോൾ തോനെ വരും. ഒരു ദിവസം എത്രയോ സാരി നെയ്യും. ഇതൊക്കെ പൗർലൂമാണ്. ബെറ്റർ എപ്പോഴും ഹാൻഡ്ലൂം തന്നെയാണ്. കൈത്തറിയാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള സാധനം. പക്ഷേ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒരുപാട് ചൂസ് ചെയ്യുന്നത് പവർലൂമാണ്. കാരണം ഒരുപാട് വെറൈറ്റീസ് പവർലൂമിൽ ഇറങ്ങുന്നുണ്ട്. അത്രയും ഡിസൈൻസ് നമുക്ക് കൈത്തറിയിൽ കൊടുക്കാൻ പറ്റില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ പണി. ഈ പണി എല്ലാവരും എടുക്കില്ല, അതാണ്. 60 വയസ്സ് മേലുള്ളവർ അപ്പം നെയ്യണമെന്ന് മുഴുക്കാൻ എല്ലാവരും. ചെറുപ്പക്കാർ ഈ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല. കണ്ടാൽ നെയ്യുന്നൊന്നും നമ്മുടെ പഴയ തൊഴിലായത് കൊണ്ട് അങ്ങനെ നെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. കിട്ടുന്നതായിക്കോട്ടെ പറഞ്ഞു. കൂലി കിട്ടണം. കൂലി അതന്നെ ഇത്ര ആൾ പണിയെടുത്തെങ്കിൽ ഒരാളുടെ കൂലി കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും തനിച്ച് ഒന്നും കിട്ടില്ലല്ലോ. ഒരു കൂലിയല്ലേ കിട്ടുള്ളൂ. അതിന് കൂലി കുറവാണ്. 43 വയസ്സായി. അന്ന് ആ ഇത് നമ്മൾ പിള്ളേരെ പേര് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ശേഷം ഒരു പിള്ളേരും ഈ വർക്കിന് വരാറില്ല. എല്ലാം വേറെ ജോലി പഠിച്ചു പോവാണ്. നമ്മുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പണിയെടുക്കാൻ ആളുണ്ടാവില്ല. എൻ്റെ പ്രായം മൂലം ആരും കയറാറില്ല. നമ്മുടെ ഏജോടെ കഴിഞ്ഞു. എൻ്റെ ശേഷം ആരും ഇതുവരെ കയറില്ല. ഇപ്പോൾ പണി കൊണ്ട് ഇഷ്ടമില്ലാണ്ടല്ല, ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇരിക്കേണ്ടി വരും. കുടുംബം ജീവിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ സാമ്പത്തികമായിട്ട് 1 ലക്ഷം 2 ലക്ഷമൊക്കെ ചിലവ് വന്നാൽ നല്ല പാടാണ്. ഇതിൽ മിച്ചെടുക്കാനൊന്നും പറ്റില്ല. ജീവിച്ചു പോവാ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ആരും എടുക്കില്ല. മുമ്പത്തെ കുട്ടികളൊക്കെ പണിയെടുത്തിരുന്നു. ഇത് ഞങ്ങളുടെ ചക്കനൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ അവൻ നെയ്യുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ പേരെ കുട്ടികൾ നെയ്യണില്ല. ഇപ്പോൾ എനിക്കറിഞ്ഞത് ഇനി വരുന്ന കുട്ടികൾക്ക് അറിയണ്ടേ. ഈ പണിയെടുക്കാൻ അറിഞ്ഞെങ്കിലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ചക്കൻ നെയ്യുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചക്കൻ കഴിഞ്ഞാൽ പിന്നെ നെയ്യാണല്ലേ ഞങ്ങളുടെ വീട്ടിൽ. അതാണ് നെയ്ത്ത് കുറവാക്കിയത്. ഒരുപാട് എല്ലാ വീട്ടിലും തന്നെ ഒരുപാട് തരി ഉണ്ടായിരുന്നതാ.
ഈ തരി ഇട്ടിട്ടും ആർക്കും ഒരു ഇതില്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ നെയ്ത്ത് അങ്ങോട്ട് പോയി. ഗവൺമെൻറ്റിന് ഭാഗത്തു നിന്ന് ഒരു സഹായം കിട്ടില്ലെങ്കിൽ നെയ്ത്ത് നിന്ന് പോകും. ഞങ്ങളുടെ കാലത്ത് തന്നെ നിന്ന് പോകും. നമ്മുടെ മക്കളൊന്നും ഇതിൻ്റെ പരിസരത്തേക്ക് തന്നെ വരുന്നില്ല. എല്ലാ വീട്ടിലും തരി ഉണ്ടായിരുന്നതാ. ഈ ഏരിയ എല്ലാം തരി ഉണ്ടായിരുന്ന. ഇവിടെ തന്നെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ മുമ്പത്തെ വീട്ടിൽ 4 തരി ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ 5 തരി ഉണ്ടായിരുന്നതാ. ഇപ്പം നെയ്യാൻ ആളില്ലാണ്ട് ഒക്കെ എടുത്തു. 14 വർഷത്തിലൊക്കെ ഒരു 1300 കുടുംബങ്ങൾ നെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത് പോയിട്ട് ഒരു 50 തരത്തിൽ താഴെയുണ്ട്. കുറേ പുതിയ തലമുറകളൊന്നും എനിക്ക് വരലില്ല. വളരെ കുറവാണ് ഇതിൽ കൂലി. അതുകൊണ്ടാണ് ആരും വരാത്തത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്ത്തൊക്കെ പോകും. അപ്പോൾ നമ്മൾ തന്നെ പുതിയ തലമുറകളതിലേക്ക് വരുത്തുന്നില്ല. നമ്മുടെ മക്കൾ തന്നെ വരുത്തുന്നില്ല. അതാണ് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് നെയ്യുമ്പോൾ ഒരു 300 റുപ്യ കിട്ടുള്ളൂ. ഞാനും എൻ്റെ വൈഫും കൂടി ചേർന്ന് പണിയെടുത്ത രാവിലെ ഇവിടെ ഞാൻ 6 മണിക്ക് വന്നതാണ്. 2 പേര് ഇതൊക്കെ വീട്ടിൽ വൈഫ് ചെയ്തു തരാം. വീട്ടിൽ നിന്ന് വൈഫ് അവർക്ക് ഒരു പ്രത്യേക പണിയാണ്. പിന്നെ അത് ഈ ജരികയുണ്ട്, അതൊക്കെ അവർ ചെയ്ത് തന്നെ നമുക്ക് ഇത് തൊഴിൽ നടത്താൻ പറ്റില്ല. അത് ബേസാണ്. ഇതൊക്കെ അവർ ചെയ്തു തരാം. അതൊക്കെ ചെയ്തു പോയി നമ്മളിവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ 6 മണിക്ക് വന്നതാണ്. ഈ വേറെ നെയ്ത് ആകെ 300 റുപ്യ കിട്ടുള്ളൂ. 2 ആളും കൂടി പണി വരും. ഒരു സ്ത്രീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 500-600 രൂപ കിട്ടുന്നുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ ഒരു 200 അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ ഒരു ദിവസം. അതിൽ കൂടുതലൊന്നും കിട്ടില്ല. ഇനി ഇതിപ്പോൾ എത്ര മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല. കാരണം നിറയെ ഒക്കെ കെട്ടിക്കിടപ്പാണ് ചരക്കുകളൊക്കെ. തറികൾ പറഞ്ഞാൽ ഓരോന്നും ഇനിയിപ്പോൾ പ്രായമായവരൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നും നിൽക്കും. പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായം ഉണ്ടായിരുന്നു, ഇൻസെൻറ്റീവ് പറഞ്ഞിട്ട്. അവർ നല്ലൊരു എമൗണ്ടാണ് അത്. ഒരു നല്ല നെയ്യുന്നവർക്ക് എങ്ങനെ ഒരു മാസം 4000 റുപ്യ ഒരു പൈസ കിട്ടും. ഒരു കൊല്ലത്തിനൊക്കെ 10-40,000 റുപ്യ കിട്ടും. കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എം.എൽ.എക്ക് പരാതി കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 5 കൊല്ലമായിട്ട് തീരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു തോന്നുന്നതാണ്. അതൊക്കെ കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ നെയ്ത്ത് തൊഴിലാളികൾക്കൊരു വേറൊരു ആശ്വാസം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്താൻ വേണ്ടി. ഇപ്രാവശ്യം ഓണത്തിനൊക്കെ വളരെ മോശമാണ് കച്ചവടം. അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്കുണ്ട്. ഇനിയിപ്പോഴുള്ള കാലത്ത് എങ്ങനെ പോകുന്ന അറിയാൻ പറ്റില്ല. സർക്കാർ സ്ഥാപനമാണ്. അതെ, അതിൻ്റെ കീഴിൽ വരുന്നതാണ്. സർക്കാർ സ്ഥാപനത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനിയുള്ള കാലത്ത് ഇത് മുമ്പോട്ട് എങ്ങനെ പോകുന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ പിന്നെ ഒരു 10-12 കൊല്ലമായിട്ട് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനം അതിപ്പോൾ 5 കൊല്ലമായി കിട്ടിയിട്ടുണ്ട്. 2019 കിട്ടിയില്ല. അതിനുശേഷം കിട്ടിയിട്ടില്ല. അത് നമുക്കൊരു നല്ലൊരു ആശ്വാസമായിരിക്കും. ഓണം വിഷയമൊക്കെ വരുമ്പോൾ ഒരു കൊല്ലത്തെ കാശോ അല്ലെങ്കിൽ ഒരു 6 മാസത്തൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും. അത് 5 കൊല്ലമായിട്ട് തീരെ കിട്ടുന്നില്ല. നമ്മുടെ താരം ചിലപ്പോൾ നമ്മുടെ തന്നെ നിന്ന് ഇപ്പം തന്നെ നിൽക്കാനുള്ള കണ്ടീഷനാണ്. ഗവൺമെൻറ് സഹായിച്ചില്ലെങ്കിൽ, ഗവൺമെൻറ് ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് സഹകരണം ഉണ്ടെങ്കിൽ ഉടനെ നെയ്ത്ത് നിൽക്കും. ദിവസം അങ്ങനെ പോകാമെന്നല്ലാതെ ഒരു ഇതൊന്നുമില്ല, ഒരു ബെനിഫിറ്റൊന്നും ഇല്ല. നമ്മൾ അധ്വാനിക്കുന്നതിന് കൂലിയൊന്നും കിട്ടുന്നില്ല.